ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ഷാനാസ് റെസിപ്പീസ്. അപ്പം എന്തെല്ലാന്ന് എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇന്നൊരു ചെറിയൊരു വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. പെരുന്നാളൊക്കെ ആയിട്ട് ഉള്ള ക്ലീനിങ്ങും കാര്യങ്ങളും പിന്നെ അന്നത്തെ ദിവസത്തെ നോമ്പുറ വിശേഷങ്ങളും ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ കണ്ടിട്ട് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ രാവിലെ തന്നെ ക്ലീനിങ്ങിലോട്ടേക്ക് പോയിട്ടാണുള്ളത്. പെരുന്നാളൊക്കെ ആയതുകൊണ്ട് മൊത്തത്തിൽ പൊടി പിടിച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് തുണിയൊക്കെ വെച്ചിട്ട് തോർത്തിയിട്ടൊക്കെ പൊടിയൊക്കെ കളയലാന്ന് മൊത്തത്തിൽ ക്ലീനാക്കിയിട്ട് അടിച്ച് വാരി തുടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ പെരുന്നാളൊക്കെ ആകുമ്പോൾ ഉള്ള സ്ഥിരം പരിപാടിയാണിത്. അപ്പോൾ എല്ലാവരുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ മൊത്തത്തിൽ ക്ലീനായി കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനമാണല്ലേ, വീടൊക്കെ മൊത്തത്തിലൊന്ന് നോക്കി വരാൻ. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ക്ലീനാക്കി കഴിഞ്ഞതിന് ശേഷമുള്ളത് എടുത്തിട്ട് വെച്ചതാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുളിച്ച് നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരു 3 മണിയാകുമ്പോൾ ഞാൻ കിച്ചണിലോട്ടേക്ക് വരും. എന്തെങ്കിലും സ്നാക്കും എന്തെങ്കിലും രാത്രിക്കത്തേക്കുള്ള പരിപാടിയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് ബോണ്ട ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഞാനൊരു 2-3 വലിയ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തിട്ട് കുക്കറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ഉപ്പും കൂടി ഇട്ടിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഇന്ന് ബോണ്ടിയും ഒരു ബണ്ണ് നിറച്ചതും തയ്യാറാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബണ്ണിലേക്ക് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെക്കലാന്ന്. കാബേജ് കട്ട് ചെയ്യുന്നുണ്ട്, പിന്നെ കഷ്ണം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചതും ഒരു പകുതി കുരുകളഞ്ഞ തക്കാളിയും പിന്നെ കുറച്ച് പച്ചമുളകും ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു പാത്രത്തിലാക്കിയിട്ട് മാറ്റി വെക്കലാന്ന്. ആദ്യം തന്നെ നാക്കുന്നതിൻ്റെയും സാമഗ്രികളൊക്കെ അരിയത്ത് കൊണ്ടുവച്ചിട്ട് ഇങ്ങനെ മൊത്തത്തിൽ സെറ്റാക്കി വെക്കും. എന്നിട്ടാണ് ഓരോന്ന് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തുടങ്ങുക. അപ്പോൾ ഇനി ബോണ്ടൻ്റെ മസാല തയ്യാറാക്കി എടുക്കലാന്ന്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസിലുള്ള ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് വഴറ്റിയെടുക്കാം. നല്ലോണം വരേണ്ട ആവശ്യമൊന്നുമില്ല. ബോണ്ടക്കൊക്കെ തയ്യാറാക്കുമ്പോൾ കുറച്ച് ഉള്ളി കടിക്കാൻ കിട്ടുന്ന വിധത്തിലാവുമ്പോൾ അന്ന് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാകുക. ഇനി പൊടികൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ ഗരം മസാല, പിന്നെ ഞാൻ കുറച്ച് മീറ്റ് മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എനിക്കുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇങ്ങനെ മസാലയൊക്കെ ആക്കുമ്പോൾ കണ്ട മസാലപ്പൊടികളൊക്കെ വാരിയിടും, ഏതാ ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ചേർത്ത് നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അപ്പോഴത്തേക്ക് നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അതൊന്ന് നല്ലോണം സ്മാഷ് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കലാന്ന്. പിന്നെ കുറച്ചും കൂടി ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ മല്ലിയിലയും കൂടി കട്ടാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുത്താൽ നമ്മുടെ ബോണ്ടൻ്റെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ പിന്നെ മസാലൻ്റെ ഒക്കെ വേറൊരു സംഭവം കൂടിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു മുട്ട ഉണ്ടേനും പുഴുങ്ങി വെച്ചത്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഈ ബോണ്ടൻ്റെ മസാലൻ്റെ ഉള്ളിൽ ഓരോ കഷ്ണം മുട്ടയും കൂടി ചേർത്ത് കൊടുക്കാമെന്ന്. അപ്പോഴത്തേക്ക് ഇതാ കറിക്ക് വേണ്ട ചെമ്മീനൊക്കെ കട്ട് ചെയ്തിട്ട് റെഡിയാക്കി വെക്കലാന്ന്. അങ്ങനെ ബോണ്ടൻ്റെ ആവശ്യത്തിന് വണ്ണത്തിലുള്ള മസാല എടുക്കുക. എന്നിട്ട് അതിനുള്ളിൽ ഇങ്ങനെ ഒരു കഷ്ണം മുട്ടയും കൂടി ജസ്റ്റ് വെച്ചിട്ട് ബോൾസാക്കി എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ മുട്ട ഇതിനുള്ളിൽ നിന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. എപ്പോഴെങ്കിലും ബോണ്ടൊക്കെ തയ്യാറാക്കുമ്പോൾ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ മൊത്തത്തിൽ ഞാൻ ഇതുപോലെ റെഡിയാക്കി വെക്കലാന്ന്. അങ്ങനെ ബോണ്ടൻ്റെ ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ മാവ് കലക്കി വെക്കലാന്ന്. അപ്പോൾ ഞാനിവിടെ മൈദൻ്റെ മിക്സാണ് തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കടലമാവ് ഉപയോഗിച്ചിട്ടും ചെയ്യാം. മൈദയിലേക്ക് കുറച്ച് ജീരകം, മഞ്ഞൾപ്പൊടി, ഉപ്പ്, അപ്പക്കാരം ഇവയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. നന്ന ലൂസും ആക്കണ്ട, നന്ന ടൈറ്റും ആക്കാത്ത ഒരു കൺസിസ്റ്റൻസിയിൽ മാവ് തയ്യാറാക്കി എടുക്കാം. ഇനി ഒരു ചീനച്ചട്ടി എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ഓയിൽ ചൂടാകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഓയിൽ നല്ലോണം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഓരോ ബോൾസും മാവിൽ മുക്കിയിട്ട് പൊരിച്ചെടുക്കാം. അങ്ങനെ തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്തിട്ട് എല്ലാം നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുക. നമ്മുടെ ബോണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കൊക്കെ ബോണ്ട തയ്യാറാക്കുമ്പോൾ മുട്ട വെച്ചിട്ട് ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് ബണ്ണ് നിറക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ ഞാൻ ആദ്യം വേവിച്ച് ഫ്രിഡ്ജിൽ വെച്ചതാണ്. അതുകൊണ്ട് കുറച്ച് പാനിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്.
ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഒരു മുട്ടയ്ക്ക് ഞാൻ നേരത്തെ മയണൈസ് തയ്യാറാക്കി വെച്ചിന് അപ്പോൾ അതും കൂടി മിക്സാക്കിയിട്ട് നല്ലോണം എല്ലാം മൊത്തത്തിൽ മിക്സാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ടൊന്നുമില്ല, നമ്മൾ നേരത്തെ ബണ്ണിലേക്ക് ജസ്റ്റ് ഒരു തുള പോലെ വെച്ച് കൊടുത്തിട്ട് ഉള്ളിലേക്കായിട്ട് മസാല ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാവുമ്പം പിന്നെ കുഴക്കുകയും പരത്തി ഒന്നും ചെയ്യേണ്ട, വേഗത്തിൽ തട്ടിക്കൂട്ടി തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണിത്. അപ്പോൾ മൊത്തത്തിൽ മസാല ഫില്ല് ചെയ്ത് വെക്കുന്നുണ്ട്. വേണമെങ്കിൽ ഇങ്ങനെ പച്ചക്കും കഴിക്കാം. ഞാനിപ്പം ജസ്റ്റ് ഒന്ന് നെയ്യ് വെച്ചിട്ട് പാനിലിട്ടിട്ടൊന്ന് ജസ്റ്റ് ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി, കുറച്ചും കൂടി ടേസ്റ്റ് ഇട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ. അല്ലെങ്കിൽ ആദ്യം ബണ്ണൊന്ന് ജസ്റ്റ് ടോസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം വേണമെങ്കിൽ മസാല ഫില്ല് ചെയ്തെടുത്താലും മതി. അങ്ങനെ മൊത്തത്തിൽ എല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഉള്ളിൽ നല്ല ക്രീമി ആയിട്ട് ഉണ്ടാകുന്ന ഒരു സ്നാക്കാണിത്. ഇനി ഇതിൻ്റെയൊക്കെ പാത്രങ്ങൾ നിറയെ കൈവെക്കാനുണ്ട്. അപ്പോൾ ഞാനത് എല്ലാം ആദ്യം തന്നെ ഒക്കെ തന്നെ കഴുകി വെക്കലാന്ന് പതിവ്, അല്ലെങ്കിൽ കൂനൊക്കെ കൂടിപ്പോവും. അങ്ങനെ പാത്രങ്ങളൊക്കെ ആയതൊക്കെ വേഗത്തിൽ കഴുകി വെച്ചിട്ട് ജസ്റ്റ് തട്ടിയും ഒക്കെ ഒന്ന് തോർത്തിയെടുക്കലാണ്. ഇതുകൊണ്ടൊന്നും പണിയൊന്നും തീർന്നിട്ടില്ല, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് എനിക്കുള്ള ഒരു സ്വഭാവമാണ്, ഇതിങ്ങനെ തോർത്തിക്കൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ മൊത്തത്തിൽ അലമ്പായി പോവും. ഇനി കറി വെക്കാൻ വേണ്ടിയിട്ട് പോക്കാന്ന്, ചെമ്മീൻ തേങ്ങരച്ച കറി ഉണ്ടാക്കാൻ വേണ്ടി പോക്കാന്ന്. ഈ കറി ഉണ്ടെങ്കിൽ പത്തിൻ്റെ കൂടെ ബെസ്റ്റ് കോംബോ ആണ്. നിങ്ങൾ ഇടയ്ക്കൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. അപ്പോൾ തേങ്ങയിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂണ് മുളക് പൊടി, 1 ടീസ്പൂണ് മല്ലിപ്പൊടി വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ലോണം പേസ്റ്റാക്കി അരച്ചെടുക്കാം. അപ്പോഴത്തേക്കും ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കടുക് പൊട്ടിച്ചെടുക്കാം. എന്നിട്ട് ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയും ഒരു 2 പച്ചമുളകും കൂടി കീറിയിട്ടതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി വഴറ്റിയെടുക്കാം. തക്കാളിയെല്ലാം ഒന്ന് ഉടഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ തയ്യാറാക്കിയ അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കറിയിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നേരത്തെ കഴുകി ക്ലീനാക്കി വെച്ച ചെമ്മീൻ ഞാൻ ഉപ്പും കൂടി ഇതാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ ഒരു കഷ്ണം പുളി വെള്ളത്തിലൊന്ന് പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചെമ്മീനും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് ചെമ്മീൻ വേവുന്നത് വരെ ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെക്കുക. ലാസ്റ്റ് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്താൽ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ കുറച്ച് കല്ലുമ്മക്കായ ഉണ്ടായിരുന്നു, അതും കൂടി ഒന്ന് ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇഫ്താറിനേക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. മിൻറ്റ് ലൈമും പിന്നെ ആപ്പിളും റോബസ്റ്റ് പഴം കൂടിയിട്ട് പാലിലിട്ടടിച്ച ഒരു ജ്യൂസായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ കുറച്ച് ഫ്രൂട്ടൊക്കെ കട്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ നോമ്പ് തുറക്കുണ്ടായിരുന്നത്. എല്ലാം സെറ്റാക്കി വെച്ചിട്ട് ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കാത്തിക്കലാന്ന്. അങ്ങനെ ഇന്നത്തെ നോമ്പും അൽഹംദുലില്ലാ ഇതായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല റാഹത്തോടു കൂടി തന്നെ നോമ്പ് തുറന്നിട്ടുണ്ട്. ഇന്ന് 10-ലായിരുന്നു തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയല്ലേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. ഇതുപോലുള്ള വീഡിയോസുമായിട്ട് ഇനിയും വരാം. അതുവരേക്കും ബൈ.